ഇപ്പോൾ അതിന്റെ കോസ്റ്റിംഗ് എടുക്കുന്നു. ഓരോ ബോട്ടിലിന്റെ കോസ്റ്റിംഗ് വേറെ ആയിരിക്കാം. പക്ഷെ 5 മുതൽ 10 കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു എസ്റ്റിമേറ്റ്. പക്ഷെ ഇത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട്, ബിൽഡിംഗിനും ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റോക്കിനും ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ട് വി വിൽ ബി അപ്രോച്ചിങ് ദ ഇൻഷുറൻസ് കമ്പനി. 45,000 ഉദ്ദേശം. കേസ് 9 ലിറ്റർ ആയിരിക്കും. അത് പല ബോട്ടിൽസ് ആയിരിക്കാം. അത് 180 ml ആയാൽ കൂടുതലാവും. പിന്നെ 1 ലിറ്റർ ആയാൽ 9 ആയിരിക്കും. അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളൊരു എൻക്വയറി നടത്തും. പക്ഷെ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ്. ഇപ്പോൾ ഞാൻ SPM ഇവിടെ സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനുണ്ടാവും. സോ ഇമീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതെ, അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ വെച്ച് ഇത് ഉടൻ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പുതിയ സ്ഥലത്തിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ വേണ്ടി നോക്കുന്നു. പിന്നെ വെയർ ഹൌസും ബിയർ ഗോഡൌണിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലം വെച്ച് ഇപ്പോൾ TSCLയുടെ ഫാക്ടറി ഉണ്ട്. അവിടെ കുറച്ച് സ്പേസ് എടുത്തിട്ട് നമുക്ക് വെയർ ഹൌസിന്റെയും ഒരു ഈ നമ്മുടെ പ്രൊഡക്ഷൻ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. ERP ഉണ്ട്. നമുക്കത് ഉടൻ തന്നെ എടുക്കാൻ പറ്റും. എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കേണ്ടി വരും. ഇത് നമുക്ക് D&O ലൈസൻസ് ഉള്ളതാണ്. എല്ലാ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെന്റും ഉള്ള സാധനമാണ്, വെയർ ഹൌസ് ആണ്. പക്ഷെ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു 26 വെയർ ഹൌസസ് ആണ് മൊത്തം സ്റ്റേറ്റിലുള്ളത്. ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഫയർ DGP ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു എല്ലാ വെയർ ഹൌസിൽ വെച്ച് ഒരു ഫയർ ഓഡിറ്റ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫയർ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന എക്സ്ട്രാ പ്രിക്കോഷൻസ് നമ്മൾ ഉടൻ തന്നെ നടപ്പിലാക്കും. അതുമാത്രമല്ല ഷോപ്സിലെയും എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് നമുക്ക് എടുക്കേണ്ടതും നമ്മൾ ഫയർ ഡിപ്പാർട്ട്മെന്റിനെ ചോദിച്ചിട്ട് ഉടൻ തന്നെ വി വിൽ ഗോ ഇൻ ടു ദ മെഷേഴ്സ്. കണ്ടിട്ട് ഒരു സുരക്ഷാ മാനദണ്ഡമൊന്നും പാലിക്കാത്ത പോലെ തോന്നുന്നുണ്ട് മൊത്തത്തിൽ. അതങ്ങനെ കണ്ടിട്ടല്ല. വി ആർ ടേക്കിംഗ് എവറിത്തിങ് ഓൾ ദ ഇതിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. ഓൾ ദ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെന്റ് ഇസ് ദർ. ഓൾ ദ റൂൾസ് ഹാവ് ബീൻ ഫോളോഡ്. പക്ഷേ പോലീസിന്റെ എൻക്വയറി നടക്കുകയാണ്. നമുക്ക് എൻക്വയറി ചെയ്തിട്ട് ഇനി നമുക്ക് എന്തെല്ലാം എഫർട്ട്സ് എടുക്കാൻ പറ്റും നമുക്ക് എടുക്കാം. എനിക്ക് പറയാൻ പറ്റില്ല. അത് പോലീസാണ് പറയേണ്ടത്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പറയും. റെനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ TSCLയുടെ കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു ഗോഡൌണിന്റെ റെനോവേഷനും കംപ്ലീറ്റ് ആയി. ദാറ്റ് ഇസ് ദ സ്റ്റോറി.